Good morning, welcome back to my channel Judy Paris. So, നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ അറിയാം ഞാനിപ്പോൾ എണീച്ചുള്ളൂ. അപ്പം നമ്മൾ എണീക്കുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ കുട്ടറായി എണീക്കുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ എന്താണ്? ഡേ ഇൻ മൈ ലൈഫ്. അപ്പം ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കുറേ നാളായി നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്, ആൻഡ് നമ്മളിങ്ങനെ ഒരുപാട് നാൾ ചെയ്യാണ്ടിരുന്നിട്ട് പിന്നെ നമുക്ക് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഇപ്പൊ എണീച്ച് കുറച്ച് ഇങ്ങനെ കുറെ നേരം ഫോൺ നോക്കി കിടക്കായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞ ഒരു ഹാഫ് ആൻ അവർ ആയി ഞാൻ എണീച്ചിട്ട്. നമുക്കിനി നമ്മുടെ ബാക്കി കലാപരിപാടികളായിട്ട് കിടക്കാം. എന്താ അപ്പ ഇല്ലേ എനിക്ക്? ഹലോ, അപ്പൊ നമ്മള് നമ്മുടെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. അപ്പൊ എൻ്റെ സ്കിന്നിൽ ഞാൻ കറന്റ് യൂസ് ചെയ്യുന്നത് ഒരു ഫാർമസി പ്രൊഡക്ട്സ് ആണ്. അതാണ് ഞാൻ നിങ്ങളിങ്ങനെ പ്രൊഡക്ട്സ് ഒന്നും കാണിക്കാത്തത്. അപ്പം ഇപ്പൊ ആള് ഇപ്പൊ ഹീൽ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ കുറെ ആയി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഹീൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഹീൽ ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്ത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ട് കാണിക്കുന്നതിലാണല്ലോ അർത്ഥമുള്ളൂ. സോ എനിക്ക് നല്ല വിശപ്പുണ്ട്. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അപ്പൊ പൊതുവെ ഇവിടെ കഴിക്കുമ്പോ ഇന്നിപ്പോ ഇവിടെ ഒരു ദോശയെ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം എല്ലാവരും തിന്നു. ദോശയും ഇതെല്ലാം അറിയാമേ? അമ്മേ അമ്മേ ഇതെല്ലാം അറിയാം? ഇതെല്ലാം കറിയുന്ന? എനിക്ക് കറി ഇഷ്ടമല്ല. എനിക്ക് ദോശ വേണ്ട. ബേക്കറി ഒക്കെ തീർന്നു ഗൈസ്. ബേക്കറിയും ഇല്ല. നമ്മൾ ടോട്ടലി തൽക്കാലം നമുക്ക് കാപ്പി കുടിക്കാം. സോ യാ, ഇവിടെ ചില സ്ഥലത്ത് ഇരുട്ടും ചില സ്ഥലത്ത് വെളിച്ചമുണ്ടല്ലേ. സാരല്ല. അപ്പൊ നമുക്ക് ഇനി എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇന്ന് ചെയ്യാനില്ല. നമുക്ക് കാണാം. ഇപ്പം സമയം ഏകദേശം 3:45 ആയിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. അപ്പം ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. റൂം ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കെന്തോ എന്താ പറയുക, എനിക്ക് ചെറുപ്പം തൊട്ടുള്ളൊരു സ്വഭാവമാണ് ഇങ്ങനെ റൂമിലെ ഐറ്റംസ് ഇങ്ങനെ മാറ്റിയിടും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്തിടുക എന്ന് പറയുന്നത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കൊരു വേറൊരു പുതിയൊരു ഫ്രഷ് സ്റ്റാർട്ട് പോലെ ഫീൽ ചെയ്യും. എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരുമ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് വലിയ ചേഞ്ചസ് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടിലൊക്കെ മാറ്റിയിട്ട് ഒന്ന് വൃത്തിയാക്കി കഴിയുമ്പോൾ എനിക്ക് തോന്നും ലൈഫൊന്ന് റീസെറ്റായ പോലെ ഫീൽ ചെയ്യും. സോ ഞാൻ അങ്ങനെ ചെയ്യാൻ പോവാണ്. ഞാൻ ഈ വീട്ടിൽ വന്ന പിന്നെ ഇതുവരെ അത് ചെയ്തിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ്
എനിക്കെന്തോ ഒരു റീസ്റ്റാർട്ടിൻ്റെ ആവശ്യമുണ്ടെന്നൊരു തോന്നൽ. സോ റീസ്റ്റാർട്ടല്ല, റീസെറ്റിൻ്റെ. സോ നമുക്ക് പോയി റീസെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ക്ലീൻ ചെയ്യാൻ തീരുമാനിച്ചത് എൻ്റെ റൂമിൽ കിടക്കുന്ന ഈ ഒരു കുഞ്ഞു ടേബിളാണ് കേട്ടോ. ഈ ടേബിൾ മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പം ഇതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചെറിയ ആട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ ടേബിളാണ്, പക്ഷേ ഇതിങ്ങനെ മേളിൽ വിരിച്ചൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. പക്ഷേ ഇതെനിക്ക് എന്താ പറയുക, ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയൊരു ടേബിളാണ് കേട്ടോ റൂമിലിട്ടിട്ട്. സോ അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വേറൊരു ബെഡ്ഷീറ്റൊക്കെ വിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ, പിന്നെ അത് മാത്രമല്ല അടിക്കുമ്പോൾ തന്നെ ഈ പൊടിയൊക്കെ ബെഡ്ഷീറ്റിലോട്ട് വീണ് പിന്നെ ആകെ പ്രശ്നമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബെഡ്ഷീറ്റും തലോണയൊക്കെ മാറ്റി. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്നിട്ട് ഞാൻ മാറ്റിയിട്ട് താഴെ ഇടുന്ന സാധനങ്ങളും എല്ലാം കടിച്ച് പറിച്ച് തിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അവനെ ഇങ്ങനെ ശല്യപ്പെടുത്തുകയാണ്. അവൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ കണ്ട് അവൻ ഓടുന്നുണ്ട്. അവന് ഇഷ്ടമല്ല അവനിങ്ങനെ കാണിച്ചിട്ട് വരുന്ന കാണിക്കുന്നത്. പിന്നെ ഞാൻ കട്ടിലൊക്കെ മാറ്റിയിട്ട് അടിച്ചു തുടങ്ങി. കട്ടിൽ ഞാൻ ചെരിച്ചിടാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തന്നെ കിടന്നിട്ട് രസമല്ലേ എന്നും. അതുകൊണ്ട് ആദ്യം തന്നെ കട്ടിൽ എങ്ങനെയാണോ ഇടേണ്ടത് അങ്ങനെ അത് ആദ്യം ഇട്ടിട്ട് ബാക്കി കാര്യങ്ങളായിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. കട്ടിലിട്ടിട്ട് ബാക്കി സ്പേസിൽ ബാക്കി മേശയും അലമാരിയൊക്കെ ഒതുക്കി ഇടുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക കൺവീനിയൻ്റ് ആയിട്ട് റൂം വെക്കാൻ പറ്റും. ഇങ്ങനെ ഇട്ടപ്പോൾ തന്നെ എൻ്റെ റൂമിന് കുറച്ച് സ്പേസ് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ ഫുൾ കാര്യങ്ങളും തൂത്ത് തുടച്ച് വെച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അലർജി ഉണ്ട് ഡസ്റ്റിൻ്റെ. അപ്പോൾ എന്തെങ്കിലും ഒരു പൊടി എവിടെയെങ്കിലും കിടന്നാൽ അത് അപ്പം തൂത്ത് കളയുകയാണെങ്കിൽ പിന്നെ ഒരാഴ്ചത്തോടെ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാം. അതുകൊണ്ട് പിന്നെ ഏറ്റവും ഡസ്റ്റുള്ള എൻ്റെ റൂമിലെ സാധനം ഈ ഫാനാണ്. ഈ ഫാനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊടി ഇങ്ങനെ വലിച്ചെടുത്ത് ഉള്ളി പിടിക്കും. അപ്പം ഇതൊരു പ്രത്യേക തരം ഇങ്ങനെ പൊടി ഉരുട്ടിയെടുക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഈ ഫാൻ വന്നേ പിന്നെ റൂമിൽ ഇങ്ങനത്തെയാണ്. റൂമിൽ സീലിംഗ് ഫാൻ വെക്കാൻ പറ്റില്ലാത്ത ഒരു റൂമാണ്. മേളിൽ അങ്ങനത്തെ സൗകര്യം ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഫാൻ വെച്ചേക്കണത്. ഇതിങ്ങനെ റൂമിൽ നിന്ന് ഇങ്ങനെ എല്ലാം പൊടി ഇങ്ങനെ മാറാമ്പല പോലെ ഉരുട്ടി എടുക്കും. സോ അത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ബന്ധപ്പെട്ട പണി തന്നെയാണ്. അത് ഞാൻ കുറേ ക്ലീൻ ചെയ്ത് വെച്ചു. അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. സോ ഇപ്പോൾ സമയം 6:30 ആയിട്ടോ. ഞാനൊരു 3 മണിക്കൂർ എടുത്തിട്ടാണ് ക്ലീനിങ് ഒക്കെ തീർത്തത്. വെറുതെ എനിക്കങ്ങനെ ക്ലീൻ ചെയ്ത് വരാറുണ്ട്. അപ്പോൾ പൊതുവെ ഞാൻ സമയം എടുക്കുന്ന ആളാണ്. അപ്പോൾ അപ്പം ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് സവാള വെട്ടി അരിയാം. സവാള അരിയുന്നതാണ് ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യം കിച്ചണിൽ. കണ്ണീന്നിങ്ങനെ വെള്ളം കുടുകുടുന്ന് ഒഴുകിക്കൊണ്ടിരിക്കും. നമ്മളൊരു കുളി പാസ്സാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ നമുക്കിനി സ്കിന്നും ബോഡിയും ഒക്കെ ഒന്ന് സംരക്ഷിക്കാം. അപ്പം ഈ അപ്പം പറഞ്ഞ് എനിക്ക് തന്നെ എൻ്റെ സംസാരം ബോറായിട്ടാണ് തോന്നാറ്. പക്ഷെ എനിക്കത് ഓട്ടോമാറ്റിക്കലി വരും അപ്പം എന്ന്. സോറി നിങ്ങളൊരു സ്ഥലത്ത്. അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. മോയ്സ്ചറൈസർ എന്ന് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഇതൊരു ഫാർമസി പ്രൊഡക്റ്റാണ്. ഒരു ലിപ് ബാമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കുളി കഴിഞ്ഞിട്ടുള്ള എല്ലാ പ്രക്രിയകളും കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഞാൻ ചിക്കൻ കറി വെച്ചു. അതിന് ശേഷമാണ് ഞാൻ കുളിക്കാൻ പോയിട്ടോ. അപ്പോൾ ചിക്കൻ കറി കുഴപ്പമില്ല, ഇച്ചിരി മസാല മുന്നോട്ട് പോയി എന്ന് മമ്മി പറഞ്ഞു. അറിയില്ല, ഉണ്ണി ടേസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വേറെ ആയിരിക്കും. ആൻഡ് യെസ്, ഞാനും ഇപ്പോൾ അച്ഛൻ്റെയും ക്ഷമയുടെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അവനെ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വരും തോന്നുന്നു. ഞാൻ വരാമെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ വരുമായിരിക്കും കുറച്ച് കഴിയുമ്പോൾ. പിന്നെ ഉണ്ണി വരും. അതിനുശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കും, ചിലപ്പോൾ എന്തെങ്കിലും സിനിമ കാണും. അങ്ങനെ ഞങ്ങൾ ആ ഒരു ഡേ ഇവിടെ തീർക്കും. അതാണ് പൊതുവെ സംഭവിക്കാറ്. എന്തായാലും നമുക്ക് നോക്കാം.
ഞാൻ ചിലപ്പോൾ മറന്നു പോകും. ഈ എല്ലാ തിരക്കൂടെ കയറുമ്പോഴത്തേക്കും ഞാൻ ഈ ഫോൺ എടുത്ത് വീഡിയോ ചെയ്യാൻ ഞാൻ മറന്നു പോകും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫ്രണ്ട് ക്യാമറയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് നോക്കി പറയണേ. സോ എനിക്ക് എൻ്റെ മുഖം കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നോക്കി പറയുമ്പോഴത്തേക്കും എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നു ഇവിടെ നോക്കി പറയുമ്പോഴാണ്. അപ്പോൾ കാണാം.